കോഴിക്കോട് ബേപ്പൂരിൽ UDF സ്ഥാനാർത്ഥി PV അൻവറിനെതിരെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പരാതി കൊടുക്കാൻ ഒരുങ്ങുകയാണ് LDF സ്ഥാനാർത്ഥി. LDF സ്ഥാനാർത്ഥിയായ PA മുഹമ്മദ് റിയാസിനെതിരെ വ്യക്തിഹത്യ നടത്തുന്നുവെന്നാണ് പരാതി. ദീപക് തർമ്മണം കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകും. പറയൂ ദീപക്, ഗുഡ് മോർണിംഗ് എഗെയിൻ. എന്താണ് PV അൻവറിന്റെ പരാക്രമങ്ങൾ മുഹമ്മദ് റിയാസിനെതിരെ? ഈ പരാക്രമണങ്ങൾ കേരളം കണ്ടതാണ്. കുറേ നാളുകളായി വ്യക്തിഹത്യ സ്വഭാവത്തിലുള്ള പരാമർശങ്ങൾ ആണ് PV അൻവർ നടത്തുന്നത്. പക്ഷേ എന്നാൽ ഇതുവരെ റിയാസ് അതിൽ ഒരു പരാതി നൽകാൻ തയ്യാറായിട്ടില്ല. പക്ഷേ എന്നാൽ അത് അതിക്രമിച്ചു വരുന്നു എന്നുള്ള തിരിച്ചറിവിലായിരിക്കാം റിയാസ് ഇപ്പോൾ ഒരു പരാതി നൽകുമെന്ന് ഔദ്യോഗികമായി LDF കമ്മിറ്റി തന്നെ അറിയിച്ചിരിക്കുന്നു. അവർ ഒരു 2 വരി വാർത്താക്കുറിപ്പിലാണ് അറിയിച്ചിരിക്കുന്നത് ഇങ്ങനെ പരാതി നൽകാൻ പോകുന്നു എന്നുള്ളത്. കാരണം മരുമകനിസം എന്ന് തുടങ്ങി അങ്ങനെ നിരവധി പ്രയോഗങ്ങൾ, പിണറായിസം തുടങ്ങിയ രാഷ്ട്രീയം പറയുന്നതിന് പകരം അൻവർ വ്യക്തിഹത്യയും വ്യക്തിപരമായ കടന്നാക്രമണമാണ് നടത്തുന്നത് എന്ന് പല നേതാക്കളും പറയാറുള്ളതാണ്. പക്ഷേ എന്നാൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി നമ്മളൊക്കെ ചോദിക്കുമ്പോഴും സ്ഥാനാർത്ഥിയായ മുഹമ്മദ് റിയാസ് അൻവറിനെതിരെ എന്തെങ്കിലും പ്രതികരിക്കാൻ തയ്യാറാകാറില്ല. അത് ഓരോ ആൾക്കാർക്ക് ഓരോ ശൈലിയാണ്. അതേ ഭാഷയിൽ മറുപടി പറയാൻ ഞാനില്ല എന്നൊക്കെയുള്ള പതിവ് മറുപടിയാണ് മുഹമ്മദ് റിയാസ് നടത്താറുള്ളത്. ഒരു അമിതമായ പക്വത റിയാസ് കാണിക്കാറുണ്ട് എന്നൊക്കെയാണ് തോന്നാറുള്ളത്. പക്ഷേ ഏതായാലും ഇപ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷന് മുഹമ്മദ് റിയാസിനെ കടന്നാക്രമിക്കുന്നതിന്, വ്യക്തിഹത്യ നടത്തുന്നതിന് എതിരെ LDF പരാതി നൽകാൻ തീരുമാനിച്ചിരിക്കുന്നു. പരാതി ഇന്ന് തന്നെ നൽകുമെന്നുള്ളതാണ് ഔദ്യോഗികമായി തന്നെ LDF തിരഞ്ഞെടുപ്പ് കമ്മിറ്റി അറിയിച്ചിരിക്കുന്നത്. SKN. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.